ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെതിരായ കോടതിയലക്ഷ്യ ഹർജി തള്ളിക്കളഞ്ഞു. കേസെടുക്കുന്നതിൽ നിന്നും ഉപരാഷ്ട്രപതിക്ക് സംരക്ഷണമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതി രജിസ്ട്രാർ ഈ തീരുമാനം എടുത്തത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ അച്യുതൻ. ഈ തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർണായക വിധി, ആ നിർണായക വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഒരു പരാമർശം നടത്തുന്നത്. അതായത് ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല എന്ന തരത്തിലൊരു പരാമർശം നടത്തുന്നത്. അതിനെതിരെയാണ് ഒരു കോടതിയലക്ഷ്യ ഹർജി അത് സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടൻ സമർപ്പിച്ചത്. എന്നാൽ ആ ഹർജി അത് രജിസ്ട്രാർ തള്ളിയിരിക്കുകയാണ്. കേസെടുക്കുന്നതിൽ നിന്ന് ഉപരാഷ്ട്രപതിക്ക് സംരക്ഷണമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതിക്കെതിരെ കോടതിയലക്ഷ്യ കേസ് നൽകുന്നതിന് അറ്റോർണി ജനറലിന്റെ അനുമതിയും തേടിയിരുന്നു. ഇക്കാര്യത്തിലും തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹർജിക്കാരന് നോട്ടീസ് പോലും നൽകാതെയാണ് രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഈ നടപടി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഉപരാഷ്ട്രപതിക്ക് കേസെടുക്കുന്നതിൽ നിന്ന് ഉപരാഷ്ട്രപതിക്ക് സംരക്ഷണം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി രജിസ്ട്രാർ ഈ തീരുമാനമെടുത്തത്. വിവരങ്ങൾ നൽകിയത്.